ഹലോ കൂട്ടുകാരെ, നാളെ സൺഡേ ഒക്കെ അല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചിക്കൻ 65 ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെക്കാനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് ഒരു സവാള, ഒരു വലിയൊരു സവാളയാണ്, ചെറുതാണെങ്കിൽ 2 സവാള വറുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പകുതി ക്യാരറ്റും കൂടി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതവിടെ ആദ്യമേ തന്നെ നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇനി ചിക്കൻ 65 തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ്. അത് അധികം എല്ലില്ലാതെ ബോൺലെസ് ആയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആണ്, ചില പീസുകൾ മാത്രമേ ഉള്ളൂ ചെറിയ എല്ലുള്ളത്. അതിനകത്തേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കാശ്മീരി മുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ മസാലയുടെ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതിയേ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ചിക്കൻ 65 നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ സാധനങ്ങൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആദ്യമേ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ 65 ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ഇത് ബോൺലെസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ചെറിയ പീസുകളായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതാ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം വറുത്തെടുത്ത് നമുക്കിതിന് മാറ്റി വയ്ക്കാം. ഓരോരോ പീസുകളായിട്ട് നല്ല ചൂട് എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം കേട്ടോ. ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചോറ് വേവാനുള്ള. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ്, പിന്നെ ഒരു ലീഫാണ് നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഇലയാണ്. ഈ സർവ്വസുഗന്ധിയുടെ ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേ ലീഫ് എടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച് നമ്മുടെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു നുള്ള് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളക്കട്ടെ കേട്ടോ. തിളച്ച് നല്ലപോലെ വെന്ത് വരണേ. എന്ന് വെച്ചാൽ ഒരു 80% നമ്മുടെ ചോറ് വെന്ത് വരണം. നമ്മൾ ദം ഇടുന്നത് കൊണ്ടാണ് ഈ 80% എന്ന് പറഞ്ഞത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഊറ്റി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ കറക്റ്റ് അളവിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല ശരിക്കും ബിരിയാണി തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഊറ്റിയെടുക്കുവാണ്. അപ്പോൾ അത് ഊറ്റി മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ 65 വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4 സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത്. അരി എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മസാല കൂടുതലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാറ്റി വെച്ചതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അതിനകത്തേക്ക് ഒരു സർവ്വസുഗന്ധിയുടെ ഇലയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ വഴണ്ട് വരണേ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് നല്ലപോലെ വഴണ്ട് നല്ല സോഫ്റ്റ് ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് കൂടുതലാണ് മസാല എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. നമ്മൾ ചോറ് എന്തോരം എടുക്കുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1-1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബിരിയാണി മസാലയാണ്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതിയേ. അതും ഒരു 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഗരം മസാല. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മുടെ മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 വലിയ തക്കാളിയാണേ, അതും കൂടി ചേർത്ത് നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വേവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി ഉപയോഗിക്കണം കേട്ടോ. ഇനി നമ്മൾ തൈരൊക്കെ നല്ലതുപോലെ അതിനകത്ത് മിക്സായി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നമ്മുടെ തൈരൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഒരു കൈപ്പിടി ഇട്ട് കൊടുത്താൽ മതി. അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 65 ഉണ്ടല്ലോ, അതും കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പൊതിയുന്നിടം വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വഴറ്റി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല മാറ്റി വെക്കാം കേട്ടോ. ആ ഉണ്ടാക്കിയ അതേ കുക്കറിലേക്ക് തന്നെയാണ് ഞാൻ ദം ചെയ്യുന്നത്. അപ്പോൾ ദം ചെയ്യുന്ന അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഇല ഇട്ട് കൊടുക്കണേ. ഈ വെള്ളം പുറത്ത് ചാടുന്ന രീതിയിൽ വെക്കരുത്, അല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാല ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ എടുക്കുന്നില്ല, പകുതി മസാലയെ എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള മസാല എടുത്തിട്ടുള്ളത്. അപ്പം ഈ മസാല തന്നെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ നല്ല സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പകുതി മസാല ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറുണ്ടല്ലോ, അത് അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലെയറായിട്ടല്ല ദം ചെയ്യുന്നത്, മൊത്തത്തിൽ മസാല ഇട്ടതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് ചോറും മൊത്തത്തിൽ ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചോറിനകത്ത് ഇട്ട പട്ടയും ഗ്രാമ്പുമൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എടുത്ത് കളയാം കേട്ടോ. അത് ചിലപ്പോൾ അത് കടിക്കുന്ന ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലീഫൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ചോറിട്ടാൽ മതി. അപ്പം ഞാനിപ്പോൾ അതൊക്കെ എടുത്ത് കളയുന്നുണ്ട്. ഇവിടെ പിള്ളേർക്ക് അതൊക്കെ കടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അതെടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറെല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. മൊത്തം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. നിങ്ങൾക്ക് ബസ്മതി റൈസ് ആണെങ്കിലും യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള റൈസാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പക്കത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. അണ്ടിപ്പരിപ്പും മുന്തിരിയും കിസ്മിസും ഉണ്ട്, അതും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇനി നമുക്കതിനകത്ത് പൊക്കത്തേക്ക് കുറച്ച് നമ്മുടെ മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ നെയ്യുടെ സ്മെല്ല് അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് അടപ്പ് വെച്ചതിന് ശേഷം ഈ അടപ്പ് വെക്കുന്നത് ഒരു എയർ പുറത്ത് പോകാത്ത രീതിയിൽ വേണം വയ്ക്കാൻ. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആ കുക്കറിൻ്റെ അടപ്പ് തന്നെയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആ ഹോൾ ഉള്ള സ്ഥലത്ത് ഞാനൊരു ടിഷ്യൂ പേപ്പർ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എയർ പുറത്തോട്ട് പോകത്തില്ല. അതിനുശേഷം ദം ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. കറക്റ്റ് സൂപ്പറായിട്ട് അടിയൊന്നും കരിയാതെ കറക്റ്റായിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ദം ചെയ്ത് വെച്ചതിന് ശേഷം അത് മൊത്തം ആറിയതിന് ശേഷം എടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ കറക്റ്റ് ആ ബിരിയാണിയുടെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളേ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.